വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നെടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ആക്കുന്നത്. എനിക്ക് കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് കേട്ടോ. അപ്പം ഇന്ന് നേരത്തെ കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, കാരണം വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ കിടന്നുറങ്ങാണ് കേട്ടോ. ഉച്ചയ്ക്ക് കിടന്നാണ്, ഇതുവരെ എണീറ്റിട്ടില്ല. രാവിലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം വിളി ഇല്ലായിരുന്നു, അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. അവരേക്കുന്നതിനിപ്പോൾ ഒരു ചെറുകിട പരിപാടിയുണ്ട്, നമ്മുടെ എണ്ണ കാച്ചാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ചെമ്പരത്തിപ്പൂവൊക്കെ വലിയ കാര്യത്തിന് പറിച്ചുകൊണ്ട് വന്നില്ലേ, അപ്പം അന്ന് വൈകിട്ട് എണ്ണ കാച്ചിൽ നടന്നില്ല, പിറ്റേ ദിവസം നടന്നില്ല. നെല്ലിക്ക കൊണ്ടുവന്ന് നോക്കിയിരുന്നാണ് കേട്ടോ. നെല്ലിക്കയും കൂടെ കിട്ടിയിട്ട് എണ്ണ കാച്ചാന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ 2 ദിവസമായിട്ട് ഏട്ടായിക്ക് ഓട്ടമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും താമസിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നെല്ലിക്ക ഇല്ലാതെ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ എണ്ണ മെയിനായിട്ട് എൻ്റെ തലയിൽ താരനെ ഓടിക്കാനാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മുടി വളർച്ചയ്ക്കുള്ള എണ്ണ കാച്ചാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുള്ളി, പേരയില, തുളസിയില, ആര്യവേപ്പില, മൈലാഞ്ചി ഇല, രാമച്ചം, പിന്നെ കറിവേപ്പില, കറ്റാർവാഴ, കരിഞ്ചീരകം, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ടാൽ സൂപ്പറായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഒരു ചുമട് ചെമ്പരത്തിപ്പൂവൊക്കെ പറക്കി കെട്ടി കൊണ്ടുവന്നെങ്കിലും നമ്മുടെ നെല്ലിക്ക നോക്കിയിരുന്നു നമ്മുടെ ചെമ്പരത്തിപ്പൂ എല്ലാം കരിഞ്ഞു പോയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. പിന്നെ ഇവിടെ എങ്ങും അങ്ങനെ 5 ഇതൾ ചെമ്പരത്തിപ്പൂ കിട്ടാനേ ഇല്ല. മേരി ചേച്ചിയുടെ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അത് മറ്റേ നമ്മുടെ കട്ട ചെമ്പരത്തിപ്പൂവാണ്. അതിന് വലിയ ഔഷധ ഗുണങ്ങളൊന്നുമില്ല. ഇവിടെ ചുമല 5 ഇതൾ ചെമ്പരത്തിപ്പൂവാണ് നമ്മൾ എണ്ണയൊക്കെ കാച്ചാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതോട് ഉൾപ്പെടുത്തി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം 1/2 ലിറ്റർ വെളിച്ചെണ്ണ നല്ല ചക്കിലാട്ടി ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന സകല ഇൻഗ്രീഡിയൻസും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ എണ്ണ കാച്ചുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എണ്ണയുടെ മൂപ്പാണ്. മൂപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള മുടിയും കൂടെ പോവും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഞാൻ എണ്ണ കാച്ചുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മൂപ്പ് അറിയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഇല ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു ക്രിസ്പി പരുവത്തിലെത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കൃത്യം മൂപ്പായി എന്നുള്ളത്. പിന്നെ ഉള്ളിയും പിന്നെ ഉലുവയും കരിഞ്ജീരകവും ഒക്കെ കൂടെ ചിലർ കുറച്ച് പാലൊക്കെ ചേർത്തിട്ട്, അതായത് പശുവിൻ പാലോ ആട്ടുംപാലൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് എണ്ണ കാച്ചാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് പത വരും കേട്ടോ. എണ്ണ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ പത വരും. ആ പത തെളിഞ്ഞ് വരുന്നതാണ്. വെള്ളത്തിൻ്റെ അംശം ചേർത്തിട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നതെങ്കിൽ അതിൻ്റെ മൂപ്പറിയാനുള്ള മാർഗ്ഗം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എല്ലാ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. നല്ലപോലെ തീ ആളിയിട്ട് പെട്ടെന്ന് അങ്ങനെ എണ്ണ കാച്ചി എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി വേണം നമ്മൾ എണ്ണ കാച്ചി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് ഇങ്ങനെ കൈവിടാതെ ഇളക്കി ഞാൻ പറഞ്ഞ പരുവം വരെ ഇളക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മൾ ഈ എണ്ണ കാച്ചുന്ന വീഡിയോയുടെ ഫുള്ളും ഇതിനകത്തില്ല. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഫോണിങ്ങനെ നമ്മൾ ഓണാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണല്ലോ. ഞാൻ ഈ പിള്ളേരെ ഏൽക്കുന്നതിനിപ്പോൾ ഇത് ചെയ്ത് തീർക്കണം, അരിച്ച് പറക്കിയൊക്കെ എടുത്ത് ഇവരെ കൈ തട്ടാത്ത എടുത്ത് പാകത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആക്കിയതാണ്. എല്ലാം കഴിഞ്ഞ് അരിച്ച് കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫോണിൽ നോക്കിയപ്പോഴത്തേക്കിനും പകുതി വീഡിയോ സേവ് ആയിട്ടില്ല. എന്നാൽ സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല വിഷമം തോന്നി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ ഫോണാണെങ്കിൽ ഒന്നാമത്തെ പല പ്രശ്നങ്ങളുള്ള ഒരു പ്രായമായ ഫോണാണ് കേട്ടോ. ചില സമയത്ത് തോന്നിയാൽ അനങ്ങും, തോന്നിയില്ലെങ്കിൽ അതേപടി നിൽക്കും. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ സ്ക്രീനായി വരും. എന്താണെന്ന് എനിക്കറിയത്തില്ല ഇനി. പക്ഷേ എനിക്ക് ഈ ഫോൺ അങ്ങ് മാറാനുള്ളൊരു മനസ്സും വരുന്നില്ല. ഒരു രാശിയുള്ള ഫോണെന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു ഫോണായതുകൊണ്ട് ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ ഇതിനെ കൊണ്ടുനടക്കാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ എണ്ണ ഇതുപോലെ ഇങ്ങനെ മൂത്ത് ലാസ്റ്റ് നല്ലപോലെ മൊരിഞ്ഞ് വരും. അപ്പോഴാണ് നമ്മുടെ പാകം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടിയ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞ മിസ്സായി പോയെന്ന്. അപ്പോൾ ലാസ്റ്റ് ഭാഗം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എണ്ണ കാച്ചി അരിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് ഏകദേശം കിട്ടുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ എണ്ണ കാച്ചുന്ന വിശദമായിട്ടുള്ള വീഡിയോ കിടപ്പുണ്ട്. അപ്പം അത് കുറച്ച് ബാക്കാണ്, എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാർഡിൽ കൊടുക്കാനോ ലിങ്ക് വിടാനോ ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ എണ്ണയൊക്കെ കാച്ചിയെടുത്ത് ഭദ്രാക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ പരിപാടി ഒരു കട്ടച്ചായ ഇട്ട് കുടിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ
ആയിട്ടുണ്ട് കേട്ടോ. ഞാനും ശരിക്കൊന്ന് കിടന്നുറങ്ങി. ഇന്നലെ കാണാൻ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതാണ്. പണ്ടൊക്കെ അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പം വല്ല കാലത്ത് തന്നെ ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി വരും കേട്ടോ. അപ്പം ഇന്നലെ അതാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. എടുത്ത് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ എനിക്കിങ്ങനെ തെരുതെരെ നോക്കുമ്പോഴത്തേക്കിന് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ദിവസം നല്ലപോലെ റെസ്റ്റൊക്കെ എടുത്ത് എൻ്റെ തലയൊന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതാണ് ഇന്നലെ വീഡിയോ വരാഞ്ഞ കേട്ടോ. അപ്പോൾ അതാ ചായയൊക്കെ ഇട്ട് പിന്നെ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. പിള്ളേർ ഏറ്റു വരുമ്പോഴത്തേക്കിനും അവർക്കും ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഏറ്റു വരാൻ സാധ്യതയുള്ളൂ. കാരണം നല്ല ചൂടായിരുന്നു. കല്യാണത്തിനൊക്കെ പോയിട്ട് ഇതിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങി എണീറ്റോട്ടെ എന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് പിള്ളേരിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കണേ എന്നൊരു പ്രാർത്ഥനയായിരിക്കുമല്ലോ. പകലിങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ നല്ല സമാധാനം കിട്ടും. പക്ഷേ വൈകിട്ടാകുമ്പോൾ ഈ സമാധാനം പോകും. കാരണം രാത്രി ഒരു സമയമാകും കിടന്നുറങ്ങാൻ കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ പകലെല്ലാം അങ്ങ് കിടന്നുറങ്ങിയിട്ട് രാത്രി എത്രയാണ് 2 മണിയൊക്കെ ആയപ്പോഴാണ് കുഞ്ഞാപ്പി ഉറങ്ങിയത്. അബി പിന്നെ അതും കഴിഞ്ഞാണ് കേട്ടോ കിടന്നുറങ്ങിയത്. അത് പിന്നെ കുഴപ്പമില്ല. അബി പിന്നെ ഇങ്ങനെ കണ്ണും തുറന്ന് ചുമ്മാ ആയാലും കിടന്നോളും. കുഞ്ഞാപ്പി അങ്ങനെ കിടക്കത്തില്ല. അവനെ ഇറങ്ങണം, കളിക്കണം, മൊത്തം ബഹളമായിരുന്നു. ഒരു തരത്തിൽ വെളുക്കാറായപ്പോഴാണ് കിടന്നുറങ്ങിയത് കേട്ടോ. അതുകൊണ്ടൊക്കെയാണോ എനിക്ക് തലവേദന വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി പതുക്കെ അത്താഴത്തിൻ്റെ പരിപാടികളൊക്കെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വെറുതെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ വൻപയറിൻ്റെ കല്ലും നെല്ലൊക്കെ പറക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ആനമുട്ടൻ കല്ല് അതിനകത്ത് നിന്ന് കിട്ടിയത്. 1-2 എണ്ണം കിട്ടി കേട്ടോ. മുഴുത്ത കല്ല് പോലത്തെ. അതെങ്ങാനും കടിച്ചായിരുന്നു എൻ്റെ പല്ലും കൂടെ പോയേനെ. എനിക്കിങ്ങനെ കറിക്കകത്തുനിന്ന് കല്ലൊക്കെ കടിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിക്കാനുള്ള തൃപ്തി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പയറൊക്കെ ആണെങ്കിലും ഓരോന്നായിട്ട് വൃത്തിയായിട്ട് നോക്കി പറക്കിയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ പയറൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതാ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിസിലടിച്ചാട്ടൊന്ന് വേകട്ടെ. വെള്ളത്തിൽ ഇടാത്ത പയറാണ്. അപ്പം ഒരു 5-6 വിസിലെങ്കിലും അടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വൻപയർ വേവിച്ചിട്ട് ഉലർത്തിയെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം ചാറ് കറിക്ക് മത്തങ്ങ ഉണ്ട് കേട്ടോ. മത്തങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കുഞ്ഞ് പീസേ ഉള്ളൂ. നമ്മുടെ വിഷുവിന് മേടിച്ച പച്ചക്കറിയുടെ കൂടത്തിൽ ഇരുന്നാണ് കേട്ടോ. വിഷു ഐറ്റംസ് എല്ലാം നാളെ കൊണ്ട് തീരത്തുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ചക്കക്കുരുവും വാഴയ്ക്കൊക്കെ കറിയൊക്കെ വെച്ചുകൊണ്ട് പച്ചക്കറി അതേപോലെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലിങ്ങനെ ഒത്തിരി നാളിരുന്നാലും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നാളെ കൊണ്ട് അതിൻ്റെ വെടിക്കെട്ട് തീർക്കണം. അപ്പോൾ അത് മത്തങ്ങ എടുത്ത് ചാറ് വെക്കാനായിട്ട് ഇത് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കഷ്ണിച്ച് എടുക്കുകയാണ് കേട്ടോ. സാമ്പാർ കഷ്ണത്തിൻ്റെ വലുപ്പത്തിലാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. തേങ്ങ അരച്ച് ചാറ് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. മത്തങ്ങയും വൻപയറോട് എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഓർത്തു രണ്ടും 2 കറിയാക്കുകയാണെങ്കിൽ നമുക്ക് ലാഭിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ആ മത്തങ്ങയൊക്കെ വൃത്തിയാക്കി ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. മത്തങ്ങ വെന്ത് കഴിയുമ്പോഴത്തേക്കിനും മഞ്ഞ കളറായിരിക്കുമല്ലോ. അങ്ങനെ അത് മൂടി വെച്ച് അവിടെ നിന്ന് പതുക്കെ വേകട്ടെ. അപ്പോഴത്തേക്കിനും പോയി മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം റോഡൊന്നും അടിക്കുന്നില്ല. ഞാൻ റോഡൊക്കെ നാളെ അടിക്കാമെന്ന് വിചാരിച്ച്. വലിയ കരിയിലൊന്നുമില്ല. ഇപ്പം മുറ്റത്താണേലും അധികം ഇല്ലല്ലോ. അപ്പം റോട്ടിൽ അത്രയും കൂടി ഇല്ല കേട്ടോ. ഇപ്പം മറ്റേ കാറ്റിൻ്റെ ശല്യം അങ്ങ് കുറഞ്ഞപ്പോഴത്തേക്കിനും കരിയില കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇടയ്ക്കും മുട്ടിന് മഴയൊക്കെ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു റബ്ബറിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തളിർത്തൊക്കെയാണ് നിൽക്കുന്നത്. ആ കരിഞ്ഞ ഇലയെല്ലാം ഇതിലേക്കോ പോയിട്ടോ. അങ്ങനെ പിന്നെ മിറ്റമൊക്കെ അടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അപ്പുറത്തെ വീട്ടിലേക്ക് കൊച്ചിനോട് വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ വൻപയർ വെന്തു, നമ്മുടെ മത്തങ്ങയും വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ കൂട്ടാനാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ മത്തങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു. മത്തങ്ങ വെന്തെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചോ കൊടുക്കുന്നുണ്ട്. കറി ഒന്ന് കുറുകി ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഓടിപ്പോയി കുറച്ച് തേങ്ങായും ഉള്ളിയും പച്ചമുളകും ഒരു നുള്ളി ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത്രയും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ മത്തങ്ങയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മത്തങ്ങയും ഇതുപോലുള്ള തേങ്ങ അരപ്പ് കറികളെല്ലാം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അധികം ഇങ്ങനെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകട്ടോ. ജസ്റ്റ് ഒന്ന് തിള കയറിയാൽ മതി. അരപ്പൊക്കെ ചേർത്ത് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിള കയറുന്ന സമയത്തിന് നമുക്ക് കടുക് വറക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ കടുക് വറക്കുന്ന പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില നമ്മുടെ കയ്യിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഞാൻ ഇതിലൊക്കെ അടർത്തി ഒരു ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് നാളത്തേന് നമുക്കിനി കറികൾക്ക് എല്ലാം കരിവേപ്പില കാണും. അത് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് പയർ പിന്നെ വെന്തിരിക്കുന്നതുകൊണ്ട് അരി അടുപ്പയിൽ ഇട്ടേച്ച് അതിൻ്റെ പരിപാടിക്ക് നടക്കാമെന്ന് വിചാരിച്ച്. പയറൊക്കെ വെന്ത് റെഡിയായിട്ടിരിക്കുന്നതാണല്ലോ. ഇനിയിപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ച് ചേർത്താൽ മതിയല്ലോ. അപ്പോഴത്തേക്കിനും ചോറ് പതുക്കെ ആകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അടുപ്പിലിതാ അരിക്കുള്ള
വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയത്തിന് നമ്മുടെ വൻപയർ ഉലർത്താനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. കുറച്ച് വെളുത്തുള്ളി, 2 അല്ലി ചുവന്നുള്ളി, വറ്റൽമുളക്, കുരുമുളക് കൂടെ ഉണ്ട്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കുരുമുളകില്ല, നമ്മുടെ കുരുമുളകെല്ലാം കുശിത്തു പോയിട്ടോ. ഞാൻ കൂടിനകത്ത് കെട്ടി വലിയ പാകത്തിന് വെച്ചാണ്, പക്ഷേ എന്താ പറ്റിയത്, അങ്ങ് കേടായി പോയിട്ടോ. അപ്പോൾ ഉള്ള ഐറ്റംസൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്നത്തെയും പോലെ ചട്ടി അടുപ്പിൽ വെച്ചു. അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പയറൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൻപയർ ഉലർത്ത് റെഡിയാകും കേട്ടോ. സാധാരണ നമ്മൾ മറ്റേ മുളക് പൊടിയൊക്കെ ഇട്ട് വേറൊരു ടൈപ്പിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് വറ്റൽമുളക് ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വറ്റൽമുളക് ചതച്ചിട്ട് ഇങ്ങനെ എണ്ണയിൽ മുരിഞ്ഞ് വരുന്ന ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചോറുണ്ണുമ്പോഴൊക്കെ അത് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കടിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാ ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിലൊക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, പ്രത്യേകിച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ച് മിക്സ് ആക്കിയത് കേട്ടോ. അങ്ങനെ എണ്ണയിൽ കിടന്ന് അത് ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്നതിന് ശേഷം അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ, അത് മാറിക്കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ വേവിച്ച് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പയർ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണാത്തൊരു കാര്യം ഞാൻ പറയാം. പയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടത് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ അതിനകത്ത് വെന്ത വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാൻ എടുത്തപ്പം വലിയ പ്രശ്നമില്ല. എന്നാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോഴത്തേക്കിനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ചില സമയത്ത് എത്ര നല്ല കുക്കാണെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പം കുഴപ്പമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തരത്തിൽ ഞാൻ അപ്പം അങ്ങനെ അതൊക്കെ മിക്സാക്കി നമ്മുടെ വൻപയർ ഉലർത്തും ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒത്തിരി അങ്ങ് ഉണക്കി എടുത്തിട്ടില്ല. വേനലും കൂടെ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും പയർ ഒരുമാതിരി കല്ലുണ്ട പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു നനഞ്ഞ പരുവത്തിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല കുഴകുഴാന്നിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് അരി അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. വൈകിട്ടത്തേനും ടിപ്പൂനും കൂടെ ചേർത്തുള്ള അരിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. സാധാരണ അവന് സെപ്പറേറ്റ് വേവിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാൻ ഒരുമിച്ച് അങ്ങ് ആക്കിയിട്ടുണ്ട്. അവന് നമ്മുടെ എത്തിക്കുട്ടി നല്ല ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ നല്ല ചോറാണ് കേട്ടോ, റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന അരിയാന്ന് മാത്രമുള്ളായിരുന്നു. വീട്ടിലത്തെ കാടിൻ്റെ അരിക്കൂട്ട് കുറച്ചിപ്പം ഞാൻ കൊണ്ടുവരുന്നുണ്ട് ടിപ്പൂന് വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവന് നല്ലപോലെ ചോറ് വേണം. അപ്പം നല്ല അരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുതലാകത്തില്ല. അപ്പം അതുകൊണ്ടാണ് സാധാരണ ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് അടിച്ചെടുക്കും. എന്നിട്ടൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് മിക്സ് ആക്കിയിട്ട് അവന് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ അല്ലാണ്ട് വേവിച്ചിട്ടുണ്ട്. ചില സമയത്ത് അല്ലാണ്ട് ഇടും കേട്ടോ. അടുപ്പിൽ തീയൊക്കെ ഉള്ള സമയത്താണ് അടുപ്പിലേക്ക് ഇടും. അപ്പോഴത്തെ സാഹചര്യം പോലെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് അവിടെ കിടന്ന് പതുക്കെ ആകുന്നുണ്ട്. ആ സമയത്തിന് കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ് കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ കാച്ചി പാത്രങ്ങൾ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു. എണ്ണയൊക്കെ അരിച്ച് നമ്മുടെ പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പാടുള്ള പണിയാണ് ഈ എണ്ണ കാച്ചൽ എന്ന് പറഞ്ഞാൽ. കാരണം ഈ എണ്ണയുടെ അംശം നമ്മൾ എവിടെയൊക്കെ തൊടുന്നു അവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ നന്നായിട്ട് ഇത് പിഴിഞ്ഞ് ചണ്ടിക്കകത്ത് നിന്നൊക്കെ എണ്ണ ഊറ്റിയെടുക്കലൊക്കെ നല്ല ചടങ്ങാണ് കേട്ടോ. എണ്ണ ഒരുപാട് ചൂടാറുന്നതിനിപ്പുറം പിഴിഞ്ഞെടുക്കുകയും വേണം, ഇല്ലെങ്കിൽ അതിൻ്റെ ചണ്ടി എണ്ണ കുടിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റ് വന്നു, ആബി ഏറ്റു വന്നു കേട്ടോ. പിന്നെ പിള്ളേരെയൊക്കെ കുറച്ച് നേരം ഒന്ന് നോക്കി അതിനുശേഷം വന്നിട്ട് വീണ്ടും പാത്രങ്ങളൊക്കെ കഴുകാണ്. പിന്നെ ഇനിയിപ്പോൾ വൈകിട്ട് പിള്ളേരെ കുളിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ കുളിച്ചിട്ടാണ് അവർ കിടന്നത്. അതുപോലെ ചൂടായതുകൊണ്ട് കുഞ്ഞാപ്പിയൊക്കെ വേർത്ത് കുളിച്ചൊരു പരിവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങി എണീറ്റല്ലേ ഉള്ളൂ. വീണ്ടും ഇനിയിപ്പോൾ തന്നെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴേക്ക് ഏകദേശം വിളക്കൊക്കെ വെക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് വിളക്കൊക്കെ വെച്ച് കേട്ടോ. എനിക്ക് കുളിച്ചിട്ട് ഉടനെ വിളക്ക് വെക്കുന്നതാണ് താല്പര്യം. പിന്നെ വെള്ളമില്ലാതെ വന്നാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക. എനിക്ക് വേർത്തിട്ടൊക്കെ വിളക്ക് വെക്കുമ്പോൾ എന്തോ ഒരു അസ്വാസ്ഥ്യമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചോറ് ഒന്നുകൂടെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അള്ളിയിലൊക്കെ നടന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്ക് ഏട്ടാ ഇത് ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞതാണ്, അത് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. വന്നതേ ഞാൻ സാധനം മേടിക്കാൻ ഓടിച്ചെന്നപ്പോഴത്തേക്കിനും അയ്യോ ഞാൻ മറന്നുപോയി, വിട്ടടിച്ച് പോകുന്നെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ നമ്മുടെ പഞ്ചായത്ത് കൂടി പോയി മേടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ആൾ പോയി കുളിച്ചു. പിന്നെ കുറച്ച് നേരം പിള്ളേരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കടയ്ക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഏട്ടായി ഡ്രസ്സ് മാറി ഇറങ്ങിയതേ അബിക്കും കൂടെ പോകണം. പിന്നെ അബീനെ ഒരുക്കി പറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ 2 പേരൂടെ കടയ്ക്ക് പോവുകയാണ്. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ.
അങ്ങനെ പിന്നെ അവർ കടയ്ക്കൊക്കെ പോയി. അപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു വിശപ്പ് ഇങ്ങ് വന്നു കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചോറാകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ ഇരുന്നക്കൂട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മത്തങ്ങാക്കറിയും നമ്മുടെ പയറും പിന്നെന്താ കഴിഞ്ഞ ദിവസം മേടിച്ചക്കൂട്ട് കുറച്ച് നാരങ്ങ അച്ചാറോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കടയിൽ നിന്ന് മേടിച്ചാണ്, നമ്മുടെ വെള്ള അച്ചാറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചില അച്ചാർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഉപ്പുരസമായിരിക്കത്തില്ലേ, പക്ഷേ ഇതിന് അങ്ങനെ ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോറുണ്ടപ്പോഴത്തേക്കിനും രണ്ടുപേരും കടയ്ക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഓർത്തപ്പം വലിയ സന്തോഷമൊക്കെ തോന്നിയിട്ട് അപ്പോഴാണ് പറഞ്ഞത് കുറച്ച് കൊഴുവായും കൂടെ മേടിച്ചിട്ടുണ്ടെന്ന്. എനിക്കാണെങ്കിൽ രാത്രി കുളിയൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്തിളകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാക്കി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി വെട്ടി വൃത്തിയാക്കി അരപ്പൊക്കെ തിരുമ്മി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതുകൂടെ വറക്കാനായിട്ട് പോവാണ്. പിള്ളേർക്ക് മീൻ വറുത്ത് കഴിഞ്ഞിട്ട് ചോറ് മതി എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പെട്ടെന്നാക്കി. അപ്പോൾ മീനൊക്കെ വെട്ടിയത് കൊണ്ട് ഇനി കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി പുറത്തുനിന്ന് വെള്ളം ചുമന്ന് കയറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പോവാണ്. അപ്പോൾ ഏട്ടയുടെ മീനൊക്കെ നോക്കിയേക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ ഇനി കുളിക്കാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അധികമൊന്നുമില്ല, കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.